ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് പ്രീജ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കറിയാണ്. വളരെ ഈസിയായി ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പാൻ ചൂടായാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായാൽ അതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വാടുക, കളറൊന്നും മാറണ്ട, ഒന്ന് വാടുക. ആ സമയത്ത് നമുക്കതിലേക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി വാടണം, പക്ഷേ ബ്രൗൺ ആവണ്ട, നന്നായി വാടിയാൽ മതി. ആ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരി കൂടുതലാന്ന് തോന്നുന്നവർക്ക് 1.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് അത്ര തന്നെ ചേർക്കണം. രണ്ടും കൂടി വഴറ്റി മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1/2 കിലോ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചിക്കൻ പീസസിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റണം. അപ്പോഴാണ് ഈ മസാലകളെല്ലാം ചിക്കനിൽ നന്നായി പിടിക്കുള്ളൂ. അപ്പം അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കണം. എന്നിട്ട് മാത്രമാണ് നമ്മളിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവൂ. ഇത് നന്നായിട്ട് ചാറ് പോലെയുള്ളൊരു കറിയാണല്ലോ. അപ്പോൾ നമ്മൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് വേവാൻ പാകത്തിന് മാത്രമല്ല, കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളിത് മൂടി വെച്ച് വേവിക്കുക. അതിനിടയിൽ നമുക്ക് 2 തക്കാളിയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരച്ചെടുക്കാനുണ്ട്. ചിക്കൻ പകുതി വേവായി കഴിഞ്ഞാൽ നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തുറന്ന് വെച്ച് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ തിളപ്പിക്കുക. അപ്പോൾ നമ്മൾ അടച്ചു വെക്കേണ്ട, തുറന്ന് വെച്ച് തിളപ്പിക്കുക. അപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ പച്ചമണം മാറും. അതിനുശേഷം നമ്മൾ വീണ്ടും മൂടി വെച്ച് വേവിക്കണം. കാരണം ചിക്കൻ വെന്തിട്ടില്ല, ചിക്കൻ വേവണമല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും മൂടി വെച്ച് വേവിക്കുക. അങ്ങനെ ചിക്കൻ വെന്താൽ നമ്മളതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ചിക്കൻ വെന്തതിന് ശേഷം മാത്രമാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. അധികം വെള്ളമില്ലാതെ 1/2 കപ്പ് തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് വറ്റി വരണം. അതായത് തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർന്ന് വരുന്നത് പോലെ കുറച്ചുകൂടെ ചാറിങ്ങനെ കുറുകി വരണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് മൂടി വയ്ക്കുക. അതിന് ശേഷം തുറന്ന് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. വല്ലാതെ വറ്റരുത്, എന്നാലും ചാറൊന്ന് ചെറുതായി കുറുകി വരുന്നത് വരെ നമ്മളിത് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ ചാറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം പോലെ ആയാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതാണ് ഈ കറിയുടെ പ്രത്യേകത. നിങ്ങൾക്ക് തോന്നുമ്പോൾ അത് നല്ല വെള്ളം പോലെയുള്ള കറിയാണല്ലോ എന്ന്, പക്ഷെ അത് കഴിച്ച് നോക്കുമ്പോൾ അറിയാം നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. ഇതിൽ ആ മല്ലിയില, പുതിനയില, തക്കാളിയൊക്കെ അരച്ച് ചേർത്തതും തേങ്ങാപ്പാലും പിന്നെ നമ്മൾ ആദ്യം ചേർത്ത എല്ലാ കാര്യങ്ങളും ചേർത്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടുള്ള പ്രത്യേക ചിക്കൻ കറിയാണിത്. ഇനി അത് വെന്ത് കഴിഞ്ഞ് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളി, വേപ്പില ചേർത്ത് മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ഫ്ലേവർ ഒന്നുകൂടെ ഈ മൂത്ത ചുവന്നുള്ളി, വേപ്പിലൊക്കെ വെളിച്ചെണ്ണയിൽ മൂത്ത ആ മണം കൂടെ വരുമ്പോൾ പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, നമുക്ക് അത്ര നേരം എടുക്കില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ചിക്കൻ കറിയാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം.
ഇത് ചോറിൻ്റെ ഒപ്പം ചപ്പാത്തി, അപ്പം, പൊറോട്ട എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും ചേർന്ന് പോകുന്ന കറിയാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക.